സുഹാന്റെ മുത്തശ്ശിയാണ് ഇവിടെ ഉള്ളത്. സുഹാൻ ഇന്നലെ ഒരു 11:30 മണിക്ക് ഇവിടുന്ന് പോയതാണല്ലോ. ആയിരിക്കും 11 മണിക്ക് തന്നെ മണി. വലിയ കുട്ടികളൊക്കെ ടി വി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. വേണമെങ്കിൽ 11 മണിക്ക് വേണമെങ്കിൽ അവൻ വെളിയിൽ പോയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കും. സാധാരണ പോകാറുണ്ടോ? ഇല്ല, അവൻ ഇങ്ങനെ തന്നെ ഓടുള്ളൂ, വേറെ എവിടെയും ആ കുട്ടി പോകില്ല. പക്ഷെ ആരെങ്കിലും ഇപ്പോൾ എല്ലായിടത്തും കൂട്ടുകൂടാൻ തുടങ്ങി. ഇപ്പോൾ എല്ലായിടത്തും സംസാരിക്കും, അവൻ സംസാരിക്കാൻ കിട്ടുന്നതുകൊണ്ട് അത്രേ അറിയുള്ളൂ. ഈ കുളത്തിൻ്റെ ഭാഗത്തേക്കൊക്കെ പോയിട്ടില്ല? ഇല്ല, ആ ഭാഗത്തേക്ക് അറിയില്ല, അവനറിയില്ല. ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടോ കുട്ടി? ഒരു ബുദ്ധിമുട്ടുമില്ല, ഫ്രഷാണ് കുട്ടി. നിങ്ങളിപ്പോൾ ആൾക്കാരൊക്കെ ഫിക്സ് പറഞ്ഞു, എൻ്റെ കുട്ടിക്ക് ഫിക്സിൽ പനി വന്നാലും കൂടെ മരുന്ന് കഴിച്ചത് ഓടിക്കളിക്കും. അങ്ങനത്തെ കുട്ടിയാണത്. ഇവിടെ ഇരുന്നിട്ട് അടുക്കളയിലിരുന്നമ്മ ആ സമയം? ആ അടുക്കളയിൽ നിന്ന് ഇവർ എല്ലാവരും ടി വി നോക്കിക്കൊണ്ടിരിക്കണ്ടായിരുന്നു. ശരി, ഭക്ഷണ സമയമായാലോ എന്നിട്ട് ഞാൻ അടുക്കളയിൽ കയറി. അപ്പോഴാണ് അവനെ കാണാൻ ഇപ്പോൾ തിരയിടാ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഇല്ല പറഞ്ഞു. അപ്പോഴാണ് ഞാൻ അത് ഓഫാക്കിയിട്ട് ഞാൻ വെളിയിൽ വന്നു. ചെറിയ കുട്ടിയല്ലേ, മകളും കൂടി ഇല്ല പറഞ്ഞിട്ടാണ് ഞാൻ ശരിയെന്ന് വേഗം നോക്കി അവന് കാണാൻ. ഞാൻ റൗണ്ട് അടിച്ചപ്പോൾ എല്ലാ വീടുകളും തമ്മിൽ കാണാണ്ടായപ്പോഴാണ് ഞാൻ പോലീസാണ് ഇപ്പുറത്തെ വീട്ടിലത്തെ കുട്ടിയെ ഞാൻ മോനെ ഇങ്ങനെ കാണാനില്ല. അവിടെ ഇല്ല ചോദിച്ചാൽ അവിടെ എവിടെയെങ്കിലും ഉണ്ടാകും നോക്കണം, അവൻ അവിടെ പോകാനാണ്. ഇല്ല, എനിക്ക് ആ മിസ്സിങ് പോലെ തന്നെ എൻ്റെ മനസ്സിൽ തോന്നണം. എന്താ പറയുക, എല്ലാ കുട്ടികളുടെ വീടുകളിലൊക്കെ പോയി കഴിഞ്ഞു അവന് ഒരു സ്ഥലം എടുത്ത് അറിയില്ലല്ലോ. അപ്പോൾ തന്നെ അവർ പോലീസ് പരിശോധിച്ച് പോയപ്പോഴാണ് അവിടെ 2 സ്ത്രീകൾ കുട്ടിയെ കണ്ടെന്ന് പറഞ്ഞു. അവിടെ അവർ പറഞ്ഞു കുട്ടിയെ ഞാൻ കണ്ടില്ല, ഒരു കുട്ടി എന്താ അവിടെ നിൽക്കണമെന്ന് ആരോ പറഞ്ഞു, കരഞ്ഞിട്ട് അവിടെ നിൽക്കണ കണ്ടു എന്ന് അവരാ പറഞ്ഞത്. അത്രേ അറിയുള്ളൂ. അവർ കുട്ടിയെ കണ്ടിട്ടില്ല. ആരോ പറഞ്ഞു ഒരു കുട്ടി ഇവിടെ കരഞ്ഞിട്ട് നിൽക്കണ കണ്ടു എന്ന് ആരോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് അവർ പറഞ്ഞത്. അവർ കുട്ടിയെ കണ്ടിട്ടില്ല. സുഹാന്റെ സ്കൂളിൻ്റെ പരിസരത്തൊക്കെ നിങ്ങൾ നൽകിയ വിവരപ്രകാരം പോലീസ് നോക്കിയിരുന്നു? സ്കൂളിൻ്റെ പരിസരത്തൊക്കെ പരിശോധന നടന്നിരുന്നു? അറിയില്ല, ഇവർ പോയോന്ന് എനിക്കറിയില്ല. മറ്റു സുഹൃത്തുക്കളുടെ വീടുകളിലേക്കൊന്നും പോകാറൊന്നുമില്ല? ഇല്ല, സുഹൃത്തുക്കളുടെ വീട് കൊണ്ടില്ല. ഈ 2 വീട് തന്നെ, ഈ 2 വീട് ചെറിയ കുട്ടിയല്ലേ, അധികം വെളി വിടില്ല ഞാൻ. ഈ വീടും അതും ഇവരുടെ വീടിൻ്റെ ഗേറ്റിൻ്റെ മുന്നിൽ തന്നെ അവൻ നിൽക്കുള്ളൂ. ഉള്ളിലേക്ക് ഞാൻ കയറാൻ വിടില്ല. വഴക്കൂടുണ്ട്, അവൻ പട്ടിയുണ്ട് ചെറുതേ. അതുകൊണ്ട് അവൻ വെളിയിൽ തന്നെ നിന്നിട്ട് ആ കുട്ടികളടുത്ത് സംസാരിക്കും. അതുപോലെ ഇവിടെ ഈ വീട്ടിനുള്ളിൽ പോവില്ല, ഈ വേലിയിലേക്ക് പിടിച്ച് നിൽക്കും. വേലിയിൽ എന്തെങ്കിലുമൊക്കെ ചെടികളൊക്കെ പൊട്ടിച്ച് നിൽക്കും. അല്ലാതെ ആ കുട്ടി ദൂരെ എവിടെയും പോവില്ല. ദൂരമൊന്നും പോവാറില്ല. പിന്നെ ആകെ വരുന്ന സ്കൂൾ വെക്കേഷന് എൻ്റെ അടുത്ത് വരും. നല്ല പിള്ളിയില്ല അത് വീട്. എൻ്റെ അടുത്ത് വന്നാൽ അവിടെ എൻ്റെ അടുത്ത് നിൽക്കാറ് സാധാരണ. ഈ പ്രാവശ്യം വെക്കേഷന് വന്നില്ല, ഇവിടെ ഗസ്റ്റ് വരുന്നതുകൊണ്ട് അവൻ വന്നില്ല ഈ പ്രാവശ്യം. എൻ്റെ മോൻ്റെ മോൻ എപ്പോഴും വെക്കേഷൻ അവിടെ വരും. ഈ പ്രാവശ്യം വന്നില്ല, ഇവിടെ വിരുന്നുകാരുള്ളത് കൊണ്ട് അവിടെ വന്നില്ല. വന്നപ്പോൾ വേണ്ട, പിന്നെ ഇവർ പേരക്കുട്ടികൾ 2 ചെറുതിൻ്റെ അവർ നാട്ടിൽ പോയി. അപ്പോൾ പിന്നെ അവിടെ ബോറടിക്കില്ല. ഇപ്പോൾ ഇവർ വന്നപ്പോൾ ഇവർ കൂടെ ഇരുന്നു, അത്ര തന്നെ.